എല്ലാവരും അല്ലെങ്കിൽ പൂരപ്രേമികളെല്ലാം അക്ഷമരായി കാത്തിരിക്കുന്നത് ഇലഞ്ഞിത്തറ മേളം തുടങ്ങാൻ വേണ്ടിയാണ്. ആ പൂരത്തിൻ്റെ ആ മേളത്തിൽ അലിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അവിടെയുള്ള ഒരു വലിയ ജനക്കൂട്ടം. അത് ടെലിവിഷനിലൂടെ കാണാൻ ലക്ഷക്കണക്കിന് ആളുകൾ വേറെയും ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഒരുപക്ഷെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റുകളിൽ ഒന്ന് ഈ ഇലഞ്ഞിത്തറ മേളം തന്നെയാണ് പൂരത്തിൻ്റെ. മറ്റൊന്ന് ഇനിയിപ്പോൾ നടക്കാൻ പോകുന്ന കുടമാറ്റമാണ്. അത് വൈകിട്ടാണ് നടക്കുക. അതിൻ്റെ ഇത്തവണത്തെ സംവിധാനങ്ങളും ക്രമീകരണങ്ങളും എങ്ങനെയാണ് എന്ന് നേരത്തെ സൂരജ് വിശദീകരിക്കുകയും ചെയ്തു. ഈ മത്സരക്കുടകളുടെ കൈമാറ്റത്തിന് 1 മണിക്കൂർ മാത്രമായി ഇത്തവണ നിജപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പോൾ ആ സമയമൊക്കെ വലിയ ആവേശത്തിലേക്ക് ഈ കുടമാറ്റം മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്പസമയത്തിനകം ഇലഞ്ഞിത്തറ മേളത്തിന് തുടക്കമാകും. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഗുരുവായൂർ നന്ദനടക്കമുള്ള വലിയ പേരുകേട്ട കൊമ്പന്മാർ ഇങ്ങനെ അണിനിരക്കുകയാണ് അവിടെ. അതെല്ലാം കണ്ട് ആസ്വദിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. നേരത്തെ പലരും പ്രതികരിച്ചതുപോലെ ഈ പൂരപ്പറമ്പിലൂടെ നടക്കുക എന്നതും ഈ പൂരത്തിൽ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതും ഈ പൂരത്തിൻ്റെ ചടങ്ങ് പോലെയാണ് എന്നാണ് പലരും പറയുന്നത്. ഈ പൂരപ്പറമ്പിൽ ഇങ്ങനെ നടക്കുക, ചുറ്റിക്കറങ്ങുക, ഓരോ കാഴ്ചകളും നേരിട്ട് കണ്ട് ആസ്വദിക്കുക. അവിടെ എത്തുന്ന ഒരുപാട് പേരെ, അതിപ്പോൾ പരിചയമുള്ളവരും പരിചയമില്ലാത്തവരും ഒക്കെയാണ്, അവരെല്ലാം കാണുക, അവരെ പരിചയപ്പെടുക, അങ്ങനെ പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കുക, വീണ്ടും അടുത്തൊരു പൂരക്കാലത്തിലേക്ക് അവർക്കായി കാത്തിരിക്കുക, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം കണ്ട പുതിയ സുഹൃത്തുക്കൾ അവരെ വീണ്ടും വരിക, അവരെ വീണ്ടും കാണുക. ഇതൊക്കെയാണ് ഈ പൂരത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇതിപ്പോൾ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ആ ദേശത്തെ പല പ്രമുഖരും അവിടെയുണ്ട്. മേള പ്രമാണിമാരെല്ലാം എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇലഞ്ഞിത്തറ മേളം തുടങ്ങാനുള്ള സമയവുമാണ്. അങ്ങനെ എല്ലാവരും കാത്തിരിക്കുന്നത്, ഈ പറയുന്നത് ആർക്കും തർക്കങ്ങളില്ല, പരാതികളില്ല. എല്ലാവരും ഒറ്റ മനസ്സോടുകൂടി ഈ പൂരത്തിൻ്റെ ഭാഗമാവുകയാണ്. അവിടെ ജാതിമത ഭേദങ്ങളില്ല. എല്ലാവരും ഒരു ദേശത്തിൻ്റെ ആൾക്കാരായി, ഒരു നാടിൻ്റെ ആൾക്കാരായി ഈ പൂരം കൊണ്ടാടുകയാണ്. ആ ദൃശ്യമാണ് നമ്മൾക്കിപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതും. എല്ലായിടങ്ങളിലും നോക്കിക്കഴിഞ്ഞാലും പൂരത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന, പൂരത്തെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ജനവിഭാഗത്തെ നമുക്കിവിടെ കാണാൻ കഴിയും. ഇനിയിപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നേരത്തെ നമ്മൾ കണ്ടതാണ്. ഈ ചെമ്പൂക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി വന്ന തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. കഴിഞ്ഞ കുറേ നാളുകൾക്ക് ശേഷമാണ് രാമചന്ദ്രനെ ഇങ്ങനെ തിടമ്പേറ്റി കാണുന്നത്. അതിനായുള്ള കാത്തിരിപ്പുണ്ടായിരുന്നു മണിക്കൂറുകളായി അവിടെ പൂരപ്രേമികളുടെ. അതിൻ്റെ ആ സസ്പെൻസ് എല്ലാം മാറ്റിയാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അങ്ങനെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഇങ്ങനെ തിടമ്പേറ്റി എത്തിയപ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞത് അതുവരെ ഉണ്ടാവാത്ത ഒരു വലിയ ആവേശം. ആ ആവേശത്തിൻ്റെ കൊടുമുടിയേറ്റ് നമ്മൾ അവിടെ കാണുകയും ചെയ്തു. അങ്ങനെ എല്ലാം കണ്ട് ആസ്വദിക്കാനുള്ള ഒരിടമായി തൃശ്ശൂർ പൂരം മാറുകയാണ്. ഇനി ഇപ്പോൾ ഇലഞ്ഞിത്തറ മേളത്തിൻ്റെ സമയമാണ്. അവിടെ പാറമേക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി ഗുരുവായൂർ നന്ദനാണ് എത്തുക. അങ്ങനെ ആ വാതിൽ തുറന്ന് പുറത്തേക്ക് എത്തുന്നതോടുകൂടി മേളം തുടങ്ങുകയും ചെയ്യും. ഇത് നേരത്തെ കണ്ട കാഴ്ചയാണ്. അങ്ങനെ ഓരോ ഘടകപൂരവും ഈ വടക്കുന്നാഥൻ്റെ ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ, വടക്കുന്നാഥ സന്നിധിയിലേക്ക് എത്തുമ്പോഴാണ് അതിൻ്റെ ആ ചടങ്ങുകൾ പൂർത്തിയാവുന്നത്. ഓരോ ക്ഷേത്രങ്ങളിൽ നിന്നും, ഓരോ ഘടകക്ഷേത്രങ്ങളിൽ നിന്നും പൂരമായി വന്ന് അത് വടക്കുന്നാഥനെ ചുറ്റി വണങ്ങി പുറത്തേക്ക് എത്തുമ്പോൾ ഒരു ചടങ്ങ് പൂർത്തിയാവുന്നു. വീണ്ടും അടുത്ത ഘടകപുരത്തിൻ്റെ വരവിനായുള്ള കാത്തിരിപ്പാണ്. അതിനിടയിൽ മഠത്തിൽ വരവ്, പിന്നീട് പഞ്ചവാദ്യം നമ്മൾ ആസ്വദിച്ചു. അത് കഴിഞ്ഞാണ് ഇന്നിപ്പോൾ ഇലഞ്ഞിത്തറ മേളത്തിലേക്ക് നമ്മൾ എത്തുന്നത്. അവിടെ ഈ പാറമേക്കാവ് ഭഗവതി വടക്കുന്നാഥ സന്നിധിയിലെത്തി വടക്കുന്നാഥനെ വണങ്ങി പുറത്തേക്ക് എത്തിയ ശേഷമാണ് ഈ മേളം തുടങ്ങുക എന്നും അറിയുന്നു. അങ്ങനെ 2 നൂറ്റാണ്ടിലധികം പഴക്കമുള്ള ഒരു സംസ്കാരവും ചടങ്ങും എല്ലാം ഉണ്ട്. അതിൻ്റെ പൊലിമ പോവാതെ, അതിൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഓരോ വർഷവും ഈ തൃശ്ശൂർ പൂരം ആഘോഷിക്കുന്നതും ആചരിക്കുന്നതും എന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ലോകമെമ്പാടും നിന്നും ആൾക്കാർ ഈ തൃശ്ശൂർ പൂരം കാണുവാൻ വേണ്ടി ഇവിടേക്ക് നേരിട്ടെത്തുകയും ചെയ്യുന്നത്. സൂരജ് സജിയും ഒപ്പം വിപിൻ സി വിജയനും തുടരുന്നുണ്ട്. സൂരജ്, ഈ ചടങ്ങുകൾക്കെല്ലാം തന്നെ ഒരുപാട് കാലത്തെ, നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. അതിൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെയും ഇന്നത്തെയും ഈ സംഘാടനം എന്നൊക്കെ പറയാം. അവിടെ എത്തുന്ന ആളുകൾക്ക് ഉള്ള ക്രമീകരണങ്ങൾ, അവർക്ക് സൗകര്യങ്ങളൊക്കെ ഒരുക്കാനുള്ള നില എങ്ങനെയാണ്? അതിപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മാസം തന്നെ അത് തുടങ്ങിയതാണ്. ഓരോരുത്തരെയും എങ്ങനെയാണ് ഈ തിരക്കനുസരിച്ച് എങ്ങനെയാണ് ജനക്കൂട്ടത്തെ നീക്കേണ്ടത്? നമുക്കറിയുന്നത് പോലെ ഒരു പാസീവ് ക്രൗഡാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുക. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ സാന്നിധ്യം മതി പോലീസിൻ്റെ. അവർ പറയുന്നതനുസരിച്ച് ഈ ജനക്കൂട്ടം അങ്ങ് നീങ്ങി പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈ തിരക്കൊഴിവാക്കാൻ വേണ്ടി ഇത്തവണ എന്തൊക്കെയാണ് അവിടെ ഒരുക്കിയിരിക്കുന്ന ക്രമീകരണങ്ങൾ? പ്രജിത്ത്, തിരക്കൊഴിവാക്കാൻ എല്ലാം ചിട്ടയോടെ നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു കൃത്യമായ പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതിനിവിടെ പോലീസുകാരുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഈ വടമൊക്കെ കെട്ടി എല്ലാ ഭാഗങ്ങളും വളരെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ അത് നടപ്പാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്. അത് വളരെ കൃത്യമായിട്ട് തന്നെ അവർ നടപ്പാക്കുന്നുമുണ്ട്, അല്ലേ സൂരജ്?
നിലവിൽ വിപിൻ സി ഈ ഇലഞ്ഞിത്തറ മേളം തുടങ്ങിയിട്ടില്ല. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് നിലവിൽ. ഈ ഇലഞ്ഞിത്തറ മേളത്തിനുള്ള ആളുകളെല്ലാവരും തന്നെ, അതായത് ഈ ഒരു തിരക്ക് വരുമ്പോൾ എങ്ങനെയാണ് നമ്മളുടെ ഒരു ഒരുക്കങ്ങൾ, സജ്ജീകരണങ്ങളൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ ഈ പോലീസ് ആയാലും ഒഫീഷ്യൽസ് ആയിട്ടും അത് ഒരുക്കിയിരിക്കുന്നത്? കാരണം അത്രത്തോളം ഒരു ജനസഞ്ചയം വളരെ ചെറിയൊരു സ്ഥലത്തേക്ക് വരികയാണല്ലോ. അപ്പോൾ അത് എങ്ങനെയൊക്കെ ആയിരിക്കും? അതായത് നിലവിൽ പോലീസിന്റെ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം ഉറപ്പാക്കിയിട്ടുണ്ട്. അതിൽ ഈ ആദ്യം പറയേണ്ടത് യെസ്, കാത്തിരുന്ന ഇലഞ്ഞിത്തറ മേളത്തിന് തുടക്കമാവുകയാണ്. പതികാലത്തിൽ തുടങ്ങുകയാണ് മേളം. ഈ കുഴൽവിളിയിലാണ് തുടങ്ങുന്നത്. ആ സമയത്ത് ഈ പതിഞ്ഞ താളമാണ്, അതിന് പതികാലം എന്ന് പറയും. ഇനി മെല്ലെ അത് ആ പെരുക്കത്തിലേക്ക് വരും. അത് കാത്തിരിക്കാനുള്ള സമയം, അത് ആസ്വദിക്കാനുള്ള സമയമാണ് ഇനി.